ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. ആവറേജ് വെലോസിറ്റിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ആവറേജ് സ്പീഡിനെ സംബന്ധിക്കുന്ന കുറച്ച് സ്പെഷ്യൽ കേസാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഈ ഓരോ സ്പെഷ്യൽ കേസുകളും നിങ്ങളെ പ്രോബ്ലം ചെയ്യാനുള്ള ഓരോ ട്രിക്കുകളാണ്. അപ്പോൾ ആദ്യം ഈ സ്പെഷ്യൽ കേസ് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സ്പെഷ്യൽ കേസിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? സോ നോക്കാം. ഇഫ് എ പാർട്ടിക്കിൾ ട്രാവൽസ് വിത്ത് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് v1. ഒരു പാർട്ടിക്കിൾ ഉണ്ട്, കണ്ടോ? നമ്മുടെ കയ്യിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുകയാണ്, എ എന്ന പോയിന്റിൽ നിന്നും ട്രാവൽ ചെയ്യുകയാണ്. ഇങ്ങനെ ഓടി 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 ബി എന്ന പോയിന്റിൽ എത്തിച്ചേർന്നു. ഉണ്ടോ? എ എന്ന പോയിന്റിൽ നിന്നും ഓടി ഓടി ബി എന്ന പോയിന്റിൽ എത്തിച്ചേർന്നു. എ പാർട്ടിക്കിൾ ട്രാവൽസ് ദ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ്, ആകെ ഡിസ്റ്റൻസിൻ്റെ പകുതി ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് v1. ഏത് സ്പീഡിലാണ് പോയി? v1 സ്പീഡിൽ. ആൻഡ് സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ്, കണ്ടോ? അടുത്ത ഡിസ്റ്റൻസ് with a speed v2. Then average speed will be, നോക്ക്, ഒരു വസ്തു ഒരു ബോഡി ആണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിൽ ട്രാവൽ ചെയ്തു. ആകെ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പകുതി ദൂരം v1 സ്പീഡിലും അടുത്ത പകുതി ദൂരം v2 സ്പീഡിൽ സഞ്ചരിച്ചാൽ ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ആവറേജ് സ്പീഡ് v ആവറേജ് അല്ലെങ്കിൽ സ്പീഡ് ആവറേജ് which is equal to total distance divided by total time. ശരിയല്ലേ? സോ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഞാൻ പറയാം ഇവിടുത്തെ ഡിസ്റ്റൻസ് എസ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഇതും എസ് ആയിരിക്കും. ആകെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് 2s ആയിരിക്കും സർ, അല്ലേ? 2s ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സമയം എത്രയാണ്? എനിക്ക് സമയം അറിയത്തില്ല. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ആണ് വെലോസിറ്റി. അങ്ങനെയെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി ആണ്. ടൈമിനെ ഇവിടെ കൊണ്ടുപോയി വെലോസിറ്റി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ടൈമിൻ്റെ വാല്യൂ കിട്ടിയുണ്ടോ? ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? t1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ സമയമാണ് t1 വിച്ച് ഈസ് ഈക്വൽ ടു അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് യെസ് ഡിവൈഡ് ബൈ അവിടുത്തെ സ്പീഡ് v1. അങ്ങനെയെങ്കിൽ t2 കണ്ടുപിടിക്കും. പറഞ്ഞു നോക്കേ, t2 വിച്ച് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? യെസ് ഡിവൈഡ് ബൈ വെലോസിറ്റി എത്രയാണ്? v2. സോ നമുക്ക് സമയം കിട്ടി. സോ t1 പ്ലസ് t2 വിച്ച് ഈസ് ഈക്വൽ ടു 2s നമ്മൾ അതുപോലെ എഴുതി, ഡിവൈഡ് ബൈ t1 പകരം പറയാം യെസ് ഡിവൈഡ് ബൈ v1 പ്ലസ് t2 പകരം പറയാം യെസ് ഡിവൈഡ് ബൈ v2. നമുക്ക് ആരെ കോമൺ എടുക്കാം? യെസിനെ ഇനി കോമൺ എടുക്കാം. യെസിനെ മുകളിലും താഴ്ന്നും പുറത്തെടുത്തു. മുകളിൽ നിന്ന് എസിനെ പുറത്തെടുത്തു, താഴ്ന്നും എസിനെ പുറത്തെടുത്തു. പിന്നെ എന്തുകൊണ്ട്? 1/v1 പ്ലസ് 1/v2. എസും ക്യാൻസൽ ആയിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു 2. ഞാൻ അതുപോലെ എഴുതി. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ, v1 v2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ v1 പ്ലസ് v2. ഇനി എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു 2v1 v2 ഉണ്ടോ? ഇതെന്ത് ചെയ്യും? മൂളിപ്പോവും. ഡിവൈഡ് ബൈ v1 പ്ലസ് v2. അപ്പോൾ 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലായോ?
സോ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ആകെ ദൂരത്തിൻ്റെ പകുതി ദൂരം v1 സ്പീഡിലും അടുത്ത പകുതി ദൂരം v2 സ്പീഡിലും സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. നമുക്കൊരു കൊച്ചു ക്വസ്റ്റ്യൻ ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു കാറുണ്ട്. അത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇത് എ ആണ്, അത് ബിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ആകെ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പകുതി ദൂരം എത്ര കിലോമീറ്റർ വേണം? ഒരു 40 കിലോമീറ്റർ പെർ അവർ. അടുത്ത ദൂരം 60 കിലോമീറ്റർ പെർ അവർ. ഈ സ്പീഡ് സഞ്ചരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണ്? നമ്മൾ പറയും ആകെ ദൂരത്തിൻ്റെ പകുതി ദൂരമല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ ഉപയോഗിക്കണം. വി ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ്, ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി, വിച്ച് ഈസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2, വിച്ച് ഈസ് ഈക്വൽ ടു. സോ ഇവിടെയാണെങ്കിൽ കിലോമീറ്റർ പെർ അവറിലാണ് നിൽക്കുന്നത്, ഇവിടെയും കിലോമീറ്റർ പെർ അവറിലാണ് നിൽക്കണേ. സോ നമുക്ക് ആൻസറും കിലോമീറ്റർ പെർ അവർ തന്നെ എഴുതാൻ പറ്റും. മനസ്സിലായോ? ചേഞ്ച് ചെയ്യേണ്ട. പക്ഷേ ഇവിടെ കിലോമീറ്റർ പെർ അവറും ഇവിടെ മീറ്റർ പെർ സെക്കൻഡും ആണെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. മനസ്സിലായോ? സോ ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? രണ്ട് ഭാഗത്തും കിലോമീറ്റർ പെർ അവർ ആണ്. സോ കൺവേർട്ട് ചെയ്യേണ്ട. 2 ഇൻറ്റു v1 എത്രയാണ്? 40 ഇൻറ്റു v2 എത്രയാണ്? 60 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. ഓക്കെ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു, തിരിച്ചു പോയിട്ടുണ്ട്, കുഴപ്പമില്ല, v1 പ്ലസ് v2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 4820. ശരിയല്ലേ? ഓക്കെ, ഡിവൈഡ് ബൈ 100, വിച്ച് ഈസ് ഈക്വൽ ടു 48 കിലോമീറ്റർ പെർ അവർന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? സോ സിമ്പിളായിട്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ നോക്കാം. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. ഒരു ബോഡി ഉണ്ട് കുഞ്ഞുങ്ങളെ. അത് എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, അത് ബിയിലെത്തി, തിരിച്ചാണെങ്കിൽ എയിൽ വന്നു. ഉണ്ടോ? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ബിയിലെത്തി, തിരിച്ച് എയിൽ വന്നു. അങ്ങോട്ട് പോയത് 40 കിലോമീറ്റർ പെർ അവറിൽ, തിരിച്ച് വന്നത് 60 കിലോമീറ്റർ പെർ അവറിൽ. സോ അങ്ങോട്ട് പോയത് 40 കിലോമീറ്റർ പെർ അവറിലും തിരിച്ച് വന്നത് 60 കിലോമീറ്റർ പെർ അവറിലുമാണ്. അങ്ങനെയെങ്കിൽ ആവറേജ് വെലോസിറ്റി എത്രയാണ്? ആവറേജ് വെലോസിറ്റി എത്രയാണ്? ആവറേജ് സ്പീഡ് എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ?
ഒരു ബോഡി എയിൽ നിന്ന് ബിയിലോട്ട് പോയി, അങ്ങോട്ട് പോയത് 40 km/hലാണ്, തിരിച്ചു വന്നത് 60 km/hലാണ്. അങ്ങനെയെങ്കിൽ ഈ ബോഡിയുടെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും എത്രയാണ്? സോ ആവറേജ് വെലോസിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും എത്രയാണ്, 0 ആണ്. കാരണം എന്താണ്, എയിൽ നിന്ന് പോയി ബിയിലെത്തി തിരിച്ച് എയിൽ തന്നെ തിരിച്ച് വന്നു. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, അത് 0 ആയിട്ട് മാറും. കാര്യം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. സോ ആവറേജ് വെലോസിറ്റി എത്രയാണ് ഇവിടെ, 0 ആണ്. ഓക്കെ, മനസ്സിലായോ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ ആവറേജ് വെലോസിറ്റി. ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 0 ആണ്. ഇവിടെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. കാരണം ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി പോയി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയാണ്? നോക്ക്, ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? അങ്ങോട്ട് എക്സ് സഞ്ചരിച്ചു, ഇങ്ങോട്ട് എത്ര സഞ്ചരിച്ചു, അതും എക്സ് സഞ്ചരിച്ചു. സോ ആകെ സഞ്ചരിച്ചത് 2x ആണ് ആകെ സഞ്ചരിച്ച ദൂരം. മനസ്സിലായോ? ആകെ സഞ്ചരിച്ച ദൂരമാണ് ഇത്രയും. ആ ആകെ സഞ്ചരിച്ച ദൂരത്തിൻ്റെ പകുതി ദൂരം ശരിയാണോ? 2xൻ്റെ പകുതിയിൽ x. ഈ സ്പീഡിലും അടുത്ത പകുതി ദൂരം ഈ സ്പീഡിൽ സഞ്ചരിച്ചെങ്കിൽ ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? നമ്മുടെ നേരത്തെ ഇക്വേഷൻ അല്ലേ, എത്രയാണ് ആവറേജ് സ്പീഡ് ആവറേജ് which is equal to 2v1 v2 divided by v1 plus v2. So 2 into 40 into 60 divided by 40 plus 60 which is equal to നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ആൻസർ കിട്ടും. മനസ്സിലായോ? സോ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ വന്നാലും ഈ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ കഴിയും. എന്താണ്? ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണത്? 2x ആണ്. അതിൻ്റെ പകുതി ദൂരം ഈ സ്പീഡിലും മറ്റ് പകുതി ദൂരം ഈ സ്പീഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2. പക്ഷേ ആവറേജ് വെലോസിറ്റി എത്രയായിട്ട് മാറും? അത് 0 ആയിട്ട് മാറും. കാരണം എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി 0 ആണെങ്കിൽ കൂടി ആര് കാണും? ആവറേജ് സ്പീഡ് കാണും. പക്ഷേ ആവറേജ് സ്പീഡ് 0 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയും 0 ആയിരിക്കും. സോ എപ്പോഴെങ്കിലും ആവറേജ് വെലോസിറ്റി 0 ആണെങ്കിൽ ആവറേജ് സ്പീഡ് 0 ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ കേസിൽ നോക്ക്, ഇവിടെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി 0 ആണ്, പക്ഷേ ആവറേജ് സ്പീഡ് 0 ആണോ? അല്ല, യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ തിരിച്ചാണെങ്കിലോ ആവറേജ് സ്പീഡ് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. ആവറേജ് സ്പീഡ് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷേ ആവറേജ് വെലോസിറ്റി 0 ആവുന്ന കേസിൽ ആവറേജ് സ്പീഡ് 0 ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം എന്താണ്? എപ്പോഴാണ് ആവറേജ് സ്പീഡ് 0 ആവുന്നത്? റെസ്റ്റിലാവുമ്പോൾ. ഉണ്ടോ? റെസ്റ്റിലാവുമ്പോൾ മാത്രമേ ആവറേജ് സ്പീഡ് 0 ആവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ സമയത്ത് ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. മനസ്സിലാവുണ്ടോ? സോ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി തമ്മിൽ ഇങ്ങനൊരു റിലേഷൻ കൂടി ഉണ്ട്. TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning.